എല്ലാന്ന് എന്താപ്പോ ഇന്ന് 1-ാം തീയതിയാണ്. എത്ര ആൾക്കാർക്ക് വിളിച്ച് എവിടെയും സാധനം കിട്ടാനില്ല. എവിടെ സാധനം കിട്ടാനില്ലാത്തല്ല കായുണ്ട കായുണ്ടെങ്കിൽ ആരത്തുള്ളത്? കാശുണ്ടെങ്കിലൊക്കെ ഇഷ്ടം പോലെ സാധനം കിട്ടാണ്ട്. എൻ്റെ അടുത്തൊരു 50 റുപ്യ ഉണ്ട്, പറ്റും? 50 ഉറുപ്പ്യക്ക് ഞാൻ ഇന്നലെ വേറൊരാളെ മസ്ക് ഇട്ടിട്ട് മൂപ്പര് പറഞ്ഞിട്ട് എനിക്കും സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ബിവറേജിൽ പോയി. അപ്പോൾ 31-ാം തീയതി ആണല്ലോ. അവർ മാസാവസാനം കൊല്ലാവസാനമാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് 8 മണിക്ക് എന്ത് ചെയ്തു അവർക്ക് കണക്കെടുക്കാണ്ട് എന്നിട്ട് അവിടെ എഴുതി വെച്ചിക്കണ്. ഞാനാണെങ്കിൽ അവിടെ ചെല്ലണതോ 8:05. ഒരു 5 മിനിറ്റ് കഴിയാനൊക്കെ ഞമ്മക്ക് അല്ല, അവർ 9 മണിക്ക് അടക്കണത് ഇന്നലെ ലാസ്റ്റ് മാസാവസാനം ആയതുകൊണ്ട് എന്ത് ചെയ്ത് 8 മണിക്ക് അവിടെ എഴുതി വെച്ചിക്കണ്. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പോയത് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ. എന്നാൽ ആ ചങ്ങായിനോട് ഞാൻ എന്നാൽ ബാറിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ബാറിലത്തെ വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അത് കാരണം അപ്പോൾ അതും ഇതായില്ല. ഇപ്പം എന്തായാലും സലീമ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോണ്ട് വരട്ടെ, ഫോൻ്റെ അടുത്ത് പൈസ ഉണ്ടോയെന്ന് വെച്ചോക്കാം. ഒപ്പം വരും, വരാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. എന്തായാലും ഇപ്പേ കയ്യും കാലൊക്കെ വിറച്ചിട്ട് ചെയ്ത് കാലത്തന്നെ വിടാണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാം, നമ്മളത് കാശും ഇല്ലാതായേ. അതാണേ, നമ്മളിപ്പോൾ കുറേ ദിവസമായില്ല പണിൻ്റെ ആയിട്ട്. ഞാൻ നോണ പറഞ്ഞാലോ 50 ഉറുപ്പിക ഉണ്ട് എൻ്റെ അടുത്ത്. ആകെ നിങ്ങൾക്ക് അതെങ്കിലും ഇല്ലേ? ഞാനിപ്പോൾ ഈ സിഗരറ്റ് തന്നെ ആ ബാവക്കാൻ്റെ വീട്ടിൽ നിന്ന് കടം വാങ്ങി. സലീം എത്തി, കുറെ നേരെ കാത്തിരിക്കണം. ചങ്ങായി എന്നെയാണ് കാത്തിരിക്കണേ. അല്ല, ഓൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടാവുമോ? ആവാം, ഇല്ലാതിരിക്കൂല. എവിടെയാണ് ചങ്ങായി? എത്ര നേരമായി കാത്തിരിക്കണം. എന്താ ബ്ലോക്ക് അറിയോ അങ്ങാടിയിലൊക്കെ? അല്ല, എന്താ ചെയ്യാ? പേടിപ്പിക്കല്ലേ? പൈസ ഇല്ലേ? 75 ഉറുപ്പ്യ സാധനം. ഇന്ന് 1-ാം തീയതി ആണെന്നുള്ള അറിയില്ല എനിക്ക്. ഇത് 1-ാം തീയതി ഓർമ്മയില്ല, കയ്യില് പൈസ ഉണ്ടാ. 75 ഉറുപ്പ്യയും കൂടി അതിൽ കണ്ണടിക്കാറില്ല. അതായിട്ട് എന്തിനാ കണ്ടുവന്ന്? എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എന്താണ്, അതെ ഒരു പ്ലാനിങ് ഉണ്ട്. ഒന്ന് പയറ്റി നോക്കിയാലോ നമുക്ക്? എന്ത് പ്ലാനിങ്? ഒരു ചന്ദ്രേട്ടൻ എനിക്ക് ഒരാളുണ്ട്, എക്സ് മിലിറ്ററിയാണ്. അയാൾക്ക് കോട്ട കിട്ടുന്ന സാധനം അവിടെ വെച്ച് അയാൾ ഒറ്റക്കുള്ളൂ, കണ്ടമാനം ഉണ്ടാവും അവിടെ. അയാളടുത്തൊന്നും കിട്ടൂല. അങ്ങക്ക് എന്തേ അയാള് ഉറപ്പുണ്ടാ? അത് വേറെ പണിയുണ്ട്. എന്താന്നറിയോ, അയാള് മോഹൻലാലിന്റെ ഭയങ്കര ഫാൻസാണ്. അപ്പൊ എന്താവുക, നമ്മള് ഇവനൊന്നും മൂപ്പര് കണ്ടില്ലല്ലോ. ഇവനിട്ട് പോയിട്ട് ഡയറക്ടറാണ്, മോഹൻലാലിനെ വെച്ചിട്ട് പടം ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തുക. അങ്ങനെ പരിചയപ്പെടുത്തി കമ്പിയാക്കിയിട്ട് മൂപ്പര് എന്താക്കും, ഇത് കൊടുത്തു തന്നിട്ട് ചിലപ്പോൾ സാധനമൊക്കെ തരും. പക്ഷെ അതിനിപ്പോൾ നിങ്ങൾ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് പറയുകയാണ് നിങ്ങൾ ഇതൊരു ഡയറക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനുള്ള പരിപാടി ഉണ്ട്. ആന്റണി പെരുമ്പാവൂർ അപ്പോഴത്തേനും വിളിക്കും, എനിക്ക് വിളിക്കും. അത് ഇജ്ജ് കോൾ ചെയ്യുക, എന്റെ നമ്പറിൽ നിന്ന് വിളിക്കുക. അപ്പൊ ഇജ്ജ് എന്താക്കുക, ആന്റണി പെരുമ്പാവൂർ ആ പേര് അങ്ങനെ അടിച്ചു. അപ്പൊ എന്റെ പേര് മാറ്റിയിട്ട് അവിടെ ആന്റണി പെരുമ്പാവൂർ ആക്കുക. അപ്പൊ എന്താവും, അപ്പൊ അവിടുന്ന് അയാളെ മുന്നിൽ നിന്ന് വിളിക്കുമ്പോ അപ്പൊ എന്താ അയാൾക്ക് ഉറപ്പായി ആന്റണി പെരുമ്പാവൂർ വിളിക്കണം, മേജർ റവീനായിട്ടൊക്കെ ബന്ധമുണ്ട്, മോഹൻലാലിനെ വെച്ചിട്ടാണ് പടം എടുക്കണത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല കമ്പനി ആയി കഴിഞ്ഞാല് അയാൾ എന്തായാലും സാധനം തരും. നമുക്കൊന്ന് പോയോക്ക നടന്നാ ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട്. മൂപ്പരൊന്നും വരില്ലാന്ന്. പിന്നെ മൂപ്പരായിട്ട് നിങ്ങള് കണ്ടു വന്നിട്ട് ആന്റണി പെരുമ്പാവൂർ പിന്നെ കാണിക്കുക. അവിടെ ചെന്നൊരു ഡയറക്ടറാണ്, മോഹൻലാലിനെ വെച്ചിട്ട് പടം ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുക. അപ്പൊ ആ രീതിയിൽ വേണം സംസാരിക്കാൻ. ഞാൻ പോകുമ്പോ എന്തൊക്കെ പറയണ്ടെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പോയോക്കട്ടെ. അപ്പൊ ആ നമ്പർ, ഇവന്റെ നമ്പർ എന്താ, ആന്റണി പെരുമ്പാവൂരിന്ന് മൊബൈലിൽ ഈ തൊപ്പി ഇട്ടോ. തൊപ്പിട്ടോ ഒരു ഡയറക്ടർ ഒരു ലുക്ക് ഒക്കെ വേണ്ടേ? അപ്പൊ ഞാൻ വിളിച്ചോണ്ട് വിളിച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഫോണ് എങ്ങനെയെങ്കിലും മൂപ്പർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി തന്നാൽ മതി. ബാക്കി ഡയലോഗ് ഞാൻ കച്ചിക്കോട്ടും. അതന്നെ സാധനം ഇല്ലാതെ അങ്ങോട്ട് വരണ്ട. അതല്ല പെരുമ്പാവൂരെന്ന് പറഞ്ഞ അയാള് ഫോണില് ആ ഫോൺ എടുത്തിട്ട് ഇപ്പൊ തന്നെ ഒന്ന് മാറ്റി വെച്ചാ പേര്, ഇവന്റെ പേര് മാറ്റിട്ട് ആന്റണി പെരുമ്പാവൂർ ടൈപ്പ് ചെയ്തിട്ട്
സേവ് ആക്കിട്ടോ സേവാ കിട്ടോ കേട്ടോ. ആ നന്നാ കേട്ടോ. അപ്പൊ അതല്ല, ഈ സാധനം കിട്ടിക്കഴിഞ്ഞ് വരുമ്പോ വെള്ളം വാങ്ങിക്കോളി ഇട്ടാ. ക്ലാസ് ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്ത്. വെള്ളം വാങ്ങിക്കോളി കേട്ടോ. സാധനം കിട്ടിയ ടച്ചപ്പ് എന്തെങ്കിലും പിന്നെ ഒരു കാരണവശാലും പെർഫോമൻസിൽ കുറക്കണ്ടേ. ഫോണില് കിട്ടണ കാര്യം ഫോൺ ഞാൻ ചെയ്തിട്ട് മൂപ്പരെ വീട്ടേണ്ട കാര്യം ഞാൻ വണ്ടി എടുക്കല്ലേ? വണ്ടി ഒന്നും എടുക്കണ്ട. വണ്ടിയായിട്ട് പോയാലൊന്നും കാര്യം നടക്കൂല. ഇവിടെ അടുത്ത് തന്നെ വീട്, നമുക്ക് നടക്കാം. നടക്കാം. എന്തായാലും 10 കാശില്ലാത്ത ടൈമാണ്. 1-ാം തീയതി ആ നിൽക്കുന്ന ആളിട്ടാ, ഞാൻ പറഞ്ഞ ആളാ നിൽക്കുന്നത്. എവിടെക്കാണ്ടു ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ. എന്തെങ്കിലും ഇവിടെ നടക്കണത്? ഞാനേ എന്റെ നായനെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതെ. അപ്പൊ എനിക്ക് മക്കളായിട്ട് കൂട്ട് ആരും ഇല്ലല്ലോ, അതല്ലേ കൂട്ടുള്ളൂ. അതെ. അപ്പൊ നിങ്ങളെന്താ എവിടുന്നാ? ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഈ വഴി ഇങ്ങനെ പോയതാണ്. ഇതാരാ? ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്, ഡയറക്ടറാണ്, ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേതാ പടം? മോഹൻലാലിനെ വെച്ചിട്ടാണ് പടം. അതെ, മോഹൻലാലിനെ വെച്ചിട്ടാ? എന്നിട്ട് ഷൂട്ട് കഴിഞ്ഞാ? ഇല്ല, 1.5 മാസപ്പേ ദുബായില് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നാട്ടിലാണ് ഷൂട്ട്. അപ്പൊ 2-3 ദിവസം പുള്ളിക്കാരൻ ലീവാണ്. അപ്പൊ എന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നതാ. അപ്പൊ നാട്ടിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ട് അല്ലേ? നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ? തിരക്കൊന്നുമില്ല. എന്നാ പോയാ നമുക്ക് രണ്ട് സംസാരിച്ചിട്ടൊക്കെ പോവാ. നമ്മളെ മേജർ രവി ഉണ്ടാ? മേജർ രവി. അതെ, ഞങ്ങള് പട്ടാളത്തിലാവുമ്പോ ഞാൻ അപ്പുറത്തെ സെക്ഷനിലും മൂപ്പര് ഇപ്പുറത്തെ സെക്ഷനിലും ആയിരുന്നു. ഇരിക്കും 1-2 പ്രാവശ്യം അവിടെ വെച്ചിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ അങ്ങനെ റിട്ടയർഡ് ആയില്ലേ. മൂപ്പര് സിനിമാ ഫീൽഡിലും പോയി, ഞാൻ ഇവിടെ വീട്ടില് മുക്കിലുമായി. അങ്ങനെയുള്ളൊരു വ്യത്യാസം. ആന്റണി സാറാണല്ലോ. ആന്റണി പെരുമ്പാവൂരാ? ഹലോ സാറേ. അതെ, നായയുടെ കാര്യം പറഞ്ഞല്ലേ? നമ്മ പറഞ്ഞ അനുസരിക്കുന്ന ഒരു നായനെ കിട്ടണ്ടേ? അതെ. നമ്മുടെ ഒരു നോക്കട്ടെ, നമ്മുടെ നാട്ടിലൊരു നായ ഉണ്ട്, നോക്കട്ടെ. അത് നമ്മുടെ ഒരു പരിചയക്കാരുണ്ട് ഇവിടെ, സാറിനൊന്ന് പരിചയപ്പെടണമെന്ന്. സാറേ നമസ്കാരം. ഞാനൊരു എക്സ് മിലിറ്ററിയാണ്. പിന്നെ മോഹൻലാലിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. പിന്നെ രവിയേട്ടനെ 1-2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. സാറിനടിക്കോ? ഞങ്ങൾക്ക് മിലിറ്ററി ക്വാർട്ടറുള്ള കാരണേ ഇത് അവിടെ പോയി മേടിച്ചോണ്ടിരും. ഇവിടെ കുറേ ഇരിക്കുകയാണ്. ഞാൻ ഒരെണ്ണം കൊടുത്തേ സാർ. അത് കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. ഞാൻ ഒരു സാധനം കൊടുത്തു വിടുന്നുണ്ട് സാർ. ഇവിടെ ആര് കുടിക്കാനാ? കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. ദഫോൺ. ഹലോ സാറേ. ഓക്കെ. സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കോട്ടാ. നമുക്ക് പോകുമ്പോ വാങ്ങാം. പീടിക പിടിച്ചല്ലോ. ഇത് സാറിന് കൊടുക്കണം കേട്ടാ. മറക്കരുത്. പിന്നെ നായന വേണമെങ്കിൽ നമ്മളെ നായന എടുക്കട്ടാ. സാറിനോട് പറയണം, നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. അത് നായ പറഞ്ഞ കേൾക്കൂലേ? പിന്നല്ല. ശരി. മറക്കരുത്, മൂപ്പര് ഒന്ന് പരിചയപ്പെടുത്തി തന്നെ കേട്ടോ. ഇതേപോലെ തന്നെ ആളുകൾ എന്റെ കയ്യിലുണ്ടാ? മോഹൻലാൽ ഫാൻസ് ആയത് നന്നായി. ഞാൻ പറഞ്ഞില്ലേ മൂപ്പരൊക്കെ എന്തായാലും കിട്ടുമെന്ന്. എന്തായാലും ഈ 1-ാം തീയതി നമുക്ക് മിച്ചർ എന്തായാലും മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് അടിച്ച് തീർക്കണ കിളി പോകും. ചങ്ങായിമാരെ കാണില്ലല്ലോ. ഇന്നിപ്പോ ആകെ എന്താ സാധനം കിട്ടിയാവോ? വരണുണ്ടല്ലോ. ഫുള്ള് കുടിപ്പിച്ച മുമ്പ് കൊടുത്താ കുറച്ച് കൊടുത്താൽ മതി. മിച്ചറൊക്കെ വാങ്ങിട്ട് അവിടെ ഇരിക്കുന്നു. എല്ലാ സാധനം കിട്ടിയാ? പിന്നെ കിട്ടാതെ ഞങ്ങ പിന്നെ എന്തിനാ പോയത്? മോനെ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായത് നന്നായി. പ്ലാനിങ് എങ്ങനെയുണ്ട്? നമ്മളെ പ്ലാനിങ് ഉഷാറാട്ടോ. നമ്മളെ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനിൽ
നേരെ എത്തുമല്ലോ. അയ്യോ ഇനിയിപ്പോ എങ്ങനെ വിളിക്കണെങ്കിലും എത്തും. പിന്നത്തെ ഒന്നും നോക്കണ്ട. പക്ഷെ ഒന്നാം തീയതി ലീവ് അല്ല അതിനൊക്കെ കായ് കൊടുക്കണ്ടേ? ആ ശരിയാ. ഇതിപ്പോ കാശ് കൊടുത്തിട്ടല്ലല്ലോ. ആ പിന്നെ ഉം. ആന്റണി പെരുമ്പാവൂർന്ന് എനിക്ക് എന്റെ നമ്പറാ കൊടുത്തുള്ളത്. ഇടക്കിടക്ക് അയാൾ വിളിക്കും. ഇന്റെ നമ്പർ അയാൾ കൊടുത്താ? ആന്റണി പെരുമ്പാവൂർന്ന് എന്നിട്ട് അറിഞ്ഞിട്ട് ഇന്റെ നമ്പർ കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇന്റെ നമ്പർ എങ്ങനെ നിങ്ങളായിട്ട് സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. സംസാരിച്ച് ലാസ്റ്റ് നമ്പർ കൊടുത്ത് അത് നമ്പർ കുഴപ്പമില്ല. എന്തിനു കൊടുത്ത്? ഞാൻ വിളിക്കും ഇടക്കിടക്ക്. അപ്പൊ തിരക്കാന്ന് പറഞ്ഞോളാം. അത് ഞാൻ എന്തേലും പറഞ്ഞോണ്ട്. തിരക്കാണ്, ഷൂട്ടിങ്ങിലാന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്. മിലിറ്ററി ആണ്, വെള്ളം ഒഴിച്ചിട്ട് നാശാക്കണ. കാരണം അപ്പോ ആന്റണി പെരുമ്പാവൂരിനും രവിയേട്ടനക്കും ലാലേട്ടനക്കും വേണ്ടിയിട്ട് ഇത് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം.